ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വളരെ ശക്തമായൊരു നിരീക്ഷണം നടത്തിയിരിക്കുകയാണ്. ആന എഴുന്നള്ളിപ്പ് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഹൈക്കോടതി ആന എഴുന്നള്ളിപ്പിനെതിരെ പുറപ്പെടുവിച്ച വിധിക്ക് വാസ്തവത്തിൽ ഒരു പുനർവിചിന്തനം ആവശ്യപ്പെടുന്ന നിരീക്ഷണമാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇങ്ങനൊരു നിലപാടെടുത്തിരിക്കുന്നത്? അന്യ പ്രശ്നം ഹൈക്കോടതിക്ക് കേരളത്തിലെ കോൺടാക്ട് കുറച്ച് നന്നായിട്ട് അറിയാം. സുപ്രീം കോടതി നമ്മൾ ദേശീയ തലത്തിൽ കാര്യങ്ങൾ കാണുന്നതാണ്. അപ്പം കോടതി വിധിയെ നമ്മൾ ബഹുമാനിക്കുന്നു. രണ്ട് പേഴ്സ്പെക്റ്റീവാണ്, രണ്ട് കാഴ്ചപ്പാടാണ്. രണ്ട് തരം ലോജിക്കിലും അധിഷ്ഠിതമാണ്. കോടതിക്ക് ലോജിക്കില്ലാതെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. പിന്നെ അത് നമ്മുടെ അഭിപ്രായം മാത്രമേ പറയാൻ പറ്റൂ. ഞാൻ ഈ ആന എന്നുള്ള പിന്നെ എതിരാണ്. കാരണം ഇന്ത്യയിൽ മൊത്തം അങ്ങനെ ഒരു പ്രതിഭാസമില്ല. കേരളത്തിൽ മാത്രമല്ലല്ലോ ആനയെ കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ ആന ഇപ്പം വരുന്നത് ബീഹാറിൽ നിന്നല്ല. കേരളത്തിൽ ഇന്ത്യയിൽ മൊത്തം അങ്ങനെ പ്രതിഭാസമല്ല. ആന എന്നുള്ളിപ്പോൾ ചേർത്ത ഉത്സവങ്ങളായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമല്ല. അത് തമിഴ്നാട്ടിലെ ഈ പറയുന്ന ജല്ലിക്കെട്ട് പോലെ നല്ല ജല്ലിക്കെട്ട് ആ രീതിയിൽ സിന്ധു നാഗരികതയുടെ കാലം തൊട്ടേ ഉണ്ടായിരുന്ന ഒരു കലാരൂപമാണ്. ഒരു കാർഷിക ഒരു കലാരൂപമല്ല, ഒരു കായിക വിനോദമാണ്. ആന എന്നുള്ളപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇപ്പം കുറച്ച് നിയമങ്ങൾ വന്നുകൊണ്ടാണ് ഈ ആനകളെ ലോറിയിലൊക്കെ കയറ്റിക്കൊണ്ടുപോകുന്നത്. ഇപ്പം എനിക്കൊന്നു സഹ്യൻ്റെ മകൻ വന്നിട്ടുള്ളൊരു കവിതയുണ്ട്. ആരായിരുന്നു മറന്നുപോയി, ആരെ എഴുതിയത്, ഞാൻ പഠിച്ചിട്ടുണ്ടത്. അപ്പോൾ അതിൽ ആനയുടെ സൈക്കോളജി പറയുന്നുണ്ട്. ഇത് കാട്ടിൽ ജീവിക്കേണ്ട ഈ ജീവിനെ പിടിച്ചിട്ട് ഗുരുവായൂരിന്ന് കോഴിക്കോട് വരെ നടത്തിച്ച് കൊണ്ടുപോകുക, നടത്തിച്ചേ കൊണ്ടുപോവുക. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് ചൂടുള്ള സമയത്താണ്. ഇപ്പോഴും കാണാം ഈ താറാവ് കുഞ്ഞുങ്ങൾ ഓരോരുത്തന്മാർ റോഡിലൂടെ നടത്തിക്കൊണ്ടത്, കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ. ഇവന്മാർക്ക് മനുഷ്യ പറ്റില്ലേ? അവൻ ചെരുപ്പിട്ടുണ്ട്. ഈ ഇടയ്ക്ക് പണ്ട് നമ്മൾ കണ്ടോണ്ടിരുന്നാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് കാലികളെ താറാവ് കുഞ്ഞുങ്ങളെയൊക്കെ എന്നിട്ട് ഈ പറയുന്ന പോലെ ഈ ഭയങ്കര ചൂടുള്ള റോഡ് കൂടെ ഈ റോഡിൽ കൂടെ നിങ്ങൾ AC ഓൺ ചെയ്യാതെ കാറിലൊന്നും ഓടിച്ചു. എന്ന് വെച്ചാൽ ഈ കന്യാകുമാരി തിരുവനന്തപുരം ഹൈവേ അല്ലേ, നിങ്ങൾ ചുട്ടുപോകും. ഇവിടുന്ന് വെള്ളാനി എട്ടുമ്പോഴേക്കും നിങ്ങൾ ചുട്ടുപോകും. ആ രീതിയിലുള്ള ചൂടാണ്. അപ്പം ഇത് സത്യത്തിൽ അതിലൊക്കെ കുറച്ചുകൂടി കോടതി ഇടപെടേണ്ടതാണ്. നമ്മൾ ഒരു ഫൈൻ അടിച്ചു കൊടുക്കണം. അല്ല, ഇപ്പൊ അതിന് മാറ്റം ഉണ്ടായല്ലോ. ഈ പറഞ്ഞതുപോലെ ആനയുണ്ടാ. പക്ഷേ ഞാൻ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും കണ്ടിട്ടുണ്ട്. താറാവ് കുഞ്ഞുങ്ങളെ ഞാൻ എപ്പോഴും കാണാറുണ്ട്. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പിന്നെ നമ്മളൊക്കെ പ്രതികരിക്കാൻ പോയി പിന്നെ അവസാനം വല്ല അലമ്പ് ടീമായിരിക്കും. പിന്നെ എന്താ പറയുന്നത് പോലും അവന് മനസ്സിലാവില്ല. പിന്നെ എന്താ പറഞ്ഞ നേരം നമ്മൾ തല്ലും. പിന്നെ കൂലിക്കാരനാണ് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കുക. അതെ. പിന്നെ നമ്മൾ എന്നെന്താ അല്ലാത്ത നമ്മൾ തല്ലും. പിന്നെ അത് അവസാനം നമുക്കല്ല വേദന. അതുകൊണ്ട് നോക്കാറില്ല അങ്ങോട്ടൊക്കെ. അപ്പോൾ ഈ ആനയുടെ കാര്യം അത് തന്നെയാണ്. ഈ ആനയ്ക്ക് ഈ മതപ്പാടുള്ള ആനകളെ വരെ എഴുന്നള്ളിച്ചിരുന്നു. ഇത് ഹിന്ദുസ് നമ്മളെ മുസ്ലിംസിന്റെ പല പിന്നെ എന്താണ് ചന്ദനക്കുടങ്ങനെ പരിപാടിക്ക് ഈ പരിപാടിയാണ് ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണല്ലോ പള്ളിപ്പെരുന്നാൾ. അപ്പം നമ്മുടെ സംസ്കാരത്തിന് പല മുമ്പ് ക്ഷേത്രങ്ങളെല്ലാം തന്നെ മുഖബലി ഉണ്ടായിരുന്നു. വെള്ളാനി ക്ഷേത്രത്തിൽ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ ആന എഴുന്നള്ളിപ്പൊന്നും അവിടെ ഇല്ല കേട്ടോ. അപ്പം വെള്ളാനി ക്ഷേത്രം ഇവിടുത്തെ പൗരാണിക ക്ഷേത്രങ്ങളൊന്നാണ്. ആറ്റുകാലിനെക്കാട്ടും പഴക്കം ചെന്ന ക്ഷേത്രമാണ് വെള്ളാനി ക്ഷേത്രം. ആന എഴുന്നള്ളിപ്പില്ല. അങ്ങനെയാണ് വെള്ളാനി ക്ഷേത്രത്തിൽ വേണ്ടത്. പൊതുവെ ഈ തിരുവിതാംകൂറിൽ ഈ ആന എഴുന്നള്ളിപ്പിന് വളരെ പരിമിതമാണ്. എനിക്ക് ആലപ്പുഴ ശീവേലിക്ക് ഉത്സവ സമയത്ത് ശീവേലിക്ക്, പിന്നെ ആറാട്ടിന്, അതുപോലെ തന്നെ ഈ പറയെടുപ്പിന്, ഈ 3 കാര്യങ്ങൾക്കാണ് പൊതുവെ ആന എഴുന്നള്ളിപ്പ് കാണുന്നത്. നമ്മള് മധ്യ കേരളത്തിലോ ഉത്തര കേരളത്തിലോ ഉള്ളതുപോലെ, ഉത്തര കേരളം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മലബാറല്ല, പാലക്കാട് പ്രദേശത്തൊക്കെ ഈ വേലയും പൂരവും ഉണ്ടല്ലോ. അതുപോലെ ബൃഹത്തായ ഈ ആനകളുടെ എണ്ണം കൂട്ടുക, അതുപോലെ ഈ ബൃഹത്തായ ഉത്സവങ്ങൾ നടത്തുക, അത്തരം കാര്യങ്ങൾ പൊതുവെ ഏറ്റവും കൂടുതൽ സെൻട്രൽ ട്രാവൻകൂർ അവിടെ വലിയ നായകത്വമുള്ള ആളുകൾക്ക് ഈ ആനയുടെ ഉത്സവത്തെ കൊമ്പിനെ പിടിച്ചിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രസ്റ്റീജ് വിഷയമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സത്യത്തിൽ നായക കുടുംബങ്ങളെ സ്ഥിതി അറിയാമല്ലോ. ഇപ്പോൾ സത്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിന്നോക്കം പോയിട്ട് സമുദായം നായക കമ്മ്യൂണിറ്റിയാണ്, പിന്നെ ബ്രാഹ്മിൺസുമാണ്. എന്നാൽ സുധാകരൻ വന്നത് വളരെ കൃത്യമാണ്. നമ്മളിവിടെ പുതിയ സർവേ നടത്താൻ എപ്പോഴും ബ്രാഹ്മണൻ നായർ ഭയങ്കര എലീറ്റ് തോന്നുന്നുണ്ട്. അവരുടെ സ്ഥിതി ഭയങ്കര കഷ്ടമാണ്. പക്ഷേ സ്ഥലം പോലും ഉള്ള വീടും കൂടി വരെ പണയം വെച്ചിട്ട് ആനയുടെ കൊമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ നിൽക്കുന്ന സ്ഥലമാണ്. അതുപോലെ കുട്ടനാട്ടിലെ വെള്ളംകളി നമ്മൾ നിരോധിക്കണമെന്നല്ല കേട്ടോ, അവിടുത്തെ ഒരു ഹൈപ്പാണ്. അതുപോലെ ഞാൻ അത് മനസ്സിലാക്കണം. അവിടെ പോകണം. സെൻട്രൽ ട്രാവൻകൂറിൽ ഈ ആനയുടെ കൊമ്പിന് പിടിച്ച് നിൽക്കുക എന്നുള്ള വലിയ സംഭവമാണ്. തലയെ കെട്ടി കൊച്ചേട്ടന്മാർ പിടിച്ച് നിൽക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിലാണ് മാറിയിട്ടുണ്ട്. അപ്പം അത് ഇപ്പം നമ്മുടെ പൊതുവെ അനുഷ്ഠാനങ്ങളിലൊന്നും കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ആനയ്ക്ക് നല്ലതെന്ന് നമുക്ക് എവിടെയൊക്കെ ആന കഴിഞ്ഞ് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടത്. അപ്പോൾ അത് ഒരു അപകടം പിടിച്ച കാര്യമാണ്. പകരം നിങ്ങൾ പക്ഷേ അത് അങ്ങ് പറയുമ്പോഴും ഇവിടെ പൗർണമിക്കാവില് ആനയുണ്ട്. അത് റോബോട്ടിക് ആനയാണ്. ഞാൻ പറഞ്ഞ വെള്ളാനിയിൽ തന്നെ അവിടെ കളങ്കാവലുണ്ട്. കളങ്കാവൽ അറിയാലോ, ആനയുടെ പുറത്തല്ല ബിംബം എഴുന്നള്ളിക്കുന്നത്. കളങ്കാവൽ അത് എടുത്തുകൊണ്ടുപോയി തലയിൽ വെച്ചിട്ട് കൊണ്ടുപോയി.
പ്രതിഷ്ഠിച്ചു. അതെ, 3 മാസമാണ്. അപ്പൊ ഒരു അതിന് പ്രത്യേക വ്രതമൊക്കെ എടുത്തിട്ട് ചെയ്യണം. കുടുംബങ്ങൾക്ക് സ്ഥാനികളുണ്ട്. അതിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളായണി ക്ഷേത്രത്തിന്റെ ഏറ്റവും ഉയർന്ന ജാതി ശ്രേണി നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന നായരാണ് സ്ഥാനികൾ. ബാക്കിയെല്ലാം അവന് താഴോട്ടുള്ള ആളുകൾ. തന്ത്രി ദേവസ്വം ബോർഡിന്റെ തന്ത്രി വരും നല്ലത്. അവർക്ക് പ്രത്യേക ഓളൊന്നുമില്ല. അവിടെ പൂജ നടത്തുന്നത് ഈ എനിക്ക് തോന്നുന്നത് തട്ടാന്മാരോ കൊല്ലന്മാരോ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പെട്ട ആളുകൾ. അവർക്ക് ഭയങ്കര റെസ്പെക്റ്റും ആണ് അവിടെ. കണ്ണൂർ ചിലത് തെയ്യം കെട്ടുന്നില്ലേ. അപ്പം വെള്ളായണി ദിക്കുബലിയൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ആനപ്പുറത്തും നല്ല ഇന്നലേക്ക് ക്ഷേത്ര ഉത്സവത്തിനുമില്ല. അവിടെ കളങ്കാവലിന് ഒന്നും തന്നെ ആന വരുന്നില്ല. ആന എവിടെയില്ല. അവിടെ മുമ്പ് ഈ പറയുന്ന നമ്മൾ ഈ ദേവി എഴുന്നള്ളുന്ന സമയത്ത് ഓരോ വീടുകളിലും വലിയ ചിലവാണ്. വീട് മൊത്തം ഒരു 10-30,000 രൂപയ്ക്ക്, സാധാരണ ഒരു വീട് 30,000 രൂപയ്ക്ക് പെയിന്റ് അടിച്ച് വൃത്തിയാക്കി അലങ്കരിച്ച് അവിടെ അവിടുത്തെ ഇക്കോണമി മൊത്തം ബ്ലൂം ചെയ്യുന്നത് നാട്ടുകാർക്കെല്ലാം ഭക്ഷണം കൊടുക്കും. ഉത്സവത്തിനാണ്. എല്ലാവർക്കും പണിയായിരിക്കും. ആരെയും കിട്ടില്ല. പന്തൽ കിട്ടുന്നവന് കിട്ടില്ല, കൊലക്കാരനെ കിട്ടില്ല. ഈ പറഞ്ഞ റോഡുകളൊക്കെ നന്നാവും. അതാണ് അതിൻ്റെ കാര്യം. ഇപ്പം കഴിഞ്ഞ തവണ പക്ഷേ റോഡുകൾ മോശമായിരുന്നു. BJP ആയിരുന്നു പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. പക്ഷെ അവർ വന്ന് സംസ്ഥാന ഗവൺമെൻറ് ഫണ്ട് കൊടുത്തില്ല. അവർ റോഡുകൾ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുവെ നന്നായി. ഇത്തവണ ചിലപ്പോൾ അവിടെ LDF UDF ഒരുമിച്ചെന്ന് തോന്നുന്നു പറഞ്ഞു. ഇപ്പം അടുത്ത ഉത്സവം നടക്കാൻ പോവുകയാണ്. അപ്പോൾ റോഡുകളൊക്കെ നന്നാക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവിടെ ഈ ഏതാണ്ട് ഒരു 10,000 രൂപയുടെ കൊല ഈ പന്തൽ ദേവീനെ ഓരോ വീട്ടിലും ഇരുത്തുമല്ലോ. അപ്പോൾ ആ പന്തലിൽ ഒരു 10,000 രൂപയുടെ കൊല 4 ഭാഗത്തേക്ക് കെട്ടിത്തുക. അത് കൂടിയ കൊലകൾ. അത് തമിഴ്നാട്ടിൽ നിന്നാണ് അധികം കൊണ്ടുവരുന്നത്. ഇവിടെ കിട്ടാത്തതുകൊണ്ട്. മുമ്പ് എന്താ ചെയ്തിരുന്നത് വെച്ചാൽ മൃഗങ്ങളെയായിരുന്നു. ആട്, പിന്നെ കോഴി, മുയൽ, ഇതിനൊക്കെ അതിന് കെട്ടി തൂക്കിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഭാഗം അങ്ങനെ. അന്ന് ഞാൻ അവിടെ പഴയ ആളുകൾ എന്നോട് പറഞ്ഞതാണ്. ഇപ്പം അത് പക്ഷേ മാറ്റി. അതുപോലെ തന്നെ കുരുതി എന്നൊക്കെ പറഞ്ഞ സാധനത്തിന് മുമ്പ് മൃഗങ്ങളെ ഉപയോഗിച്ചു. ഇപ്പം അതല്ല. ഇപ്പം എന്തെങ്കിലും വെജിറ്റബിളിനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ കുരുതി നടക്കുന്ന ക്ഷേത്രങ്ങളാ അങ്ങനെയാണ്. അപ്പം കാലോചിതമായ മാറ്റമാണത്. അത്തരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. എന്തിനാണ് സാധു ജീവികളെ ഉപദ്രവിക്കുന്നത്? ഞാനീ പറഞ്ഞ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ മൃഗസ്നേഹികളായ കുറേ ആളുകൾക്ക് ഫണ്ടും മറ്റുമൊക്കെ വരുന്നുണ്ട്. അവരല്ല ഞാൻ ഉദ്ദേശിച്ചത്. മാറ്റാൻ പറ്റുന്നത് മാറ്റിയേക്കണം. ഉറപ്പ് കൃത്യമായി പറഞ്ഞിട്ടില്ലാത്തത് ഒരു പ്രാദേശികമായി മാത്രം നിൽക്കുന്നത് മാറ്റിയേക്കണം. പക്ഷേ അതങ്ങ് പറയുമ്പോഴും ഒരു വശത്ത് ഈ നമ്മുടെ തൃശ്ശൂർ പൂരം അടക്കമുള്ള ഇത്തരം ഈ മധ്യ അല്ലെങ്കിൽ ഈ തെക്കൻ മലബാറിൽ നടക്കുന്ന ഈ വേലയും പൂരവും ഒക്കെ വലിയ തോതിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതാണ്. നമുക്കതൊരു വലിയ വരുമാനവുമാണ്. ടൂറിസ്റ്റുകൾ ധാരാളം എത്തുന്നുണ്ട് ഇതൊക്കെ കാണാൻ. അതിനൊരു ഇടിവുണ്ടാകില്ലേ? അല്ല, ഇതിപ്പം അത് ടൂറിസമാണോ അതല്ലെങ്കിൽ ഈ പറയുന്നതിൻ്റെ ആന നമ്മളൊരു പ്രീഷ്യസ് ആനിമലാണ്. അപ്പോൾ ആനേനെ കാണാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റുകൾ വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആനയാണ് ടൂറിസ്റ്റുകളാണ് പറഞ്ഞാൽ ആന എന്ന് പറയേണ്ടി വരും. ആനേനെ കാണാൻ ആനക്കൊട്ടിൽ പോയി കണ്ടോട്ടെ. അല്ല, ഇവിടെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ചോദ്യവും വളരെ പ്രസക്തമാണ്. ഒരു സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇവന്റ്, ഇപ്പോൾ തൃശ്ശൂർ പൂരം പോലെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത അങ്ങനെ ഇവന്റിലൊക്കെ വേണമെങ്കിൽ അതിന് വേണ്ട തൃശ്ശൂർ പൂരത്തെ വേറെ കാര്യമുണ്ട്. നമ്മുടെ സാധാ ക്ഷേത്രം നടക്കുന്ന പോലെ നല്ല കൃത്യമായി പരിശോധിച്ച് അതിനെ ആനകൾ അവർ വളർത്തുന്നുണ്ട്. അതൊക്കെ അങ്ങനെ 1-2 ഇവന്റ്സ് ആകാം. പൊതുവെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം ഞാൻ മുസ്ലിമായിട്ട് പറയുന്നത് അതുകൊണ്ടാണല്ല പറയുന്നത്. ഇപ്പോൾ ഞങ്ങളെ വല്ല ചന്ദനക്കുടത്തിനൊക്കെ ഞാനാണ് ഈ ചന്ദനക്കുടം നേർച്ച അതിനൊക്കെ അനുകൂലിച്ച് സംസാരിക്കുന്ന ആളുകളാണ്. കാരണം അതൊരു നമ്മുടെ പൊതു സംസ്കാരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ്. ഈ ഇതിനൊക്കെയാണ് ഈ സാധു ജീവികൾ നമ്മളെന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? ഇപ്പോൾ തിമിംഗലാണ് കരയിലെങ്കിൽ നമ്മൾ തിമിംഗലത്തിനെ കൊണ്ടെടുക്കുകയും ഭയം തിമിംഗലം രക്ഷ. ഇതിപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ ഉള്ളൊരു സംഭവമാണെങ്കിലും ഓക്കെ. അതല്ല, പ്രധാന പുസ്തകങ്ങളൊക്കെ ഇത് നിഷ്കർഷിച്ചിട്ടുണ്ടെങ്കിലും ഓക്കെ. ഇനി ഏതെങ്കിലും ഒരു ക്ഷേത്രം ഗുരുവായൂർ അല്ലെങ്കിൽ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം ഇവിടെയൊക്കെ ഉത്സവങ്ങൾ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വലിയൊരു പാൻ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഭാഗമായി മാറി. അതിന് വേണമെങ്കിൽ നമുക്കൊരു എക്സെപ്ഷൻ കൊടുക്കാം. അപ്പോൾ പൗർണമിക്ക് ആവിൽ റോബോട്ടിക് ആനേനെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ മറ്റു സ്ഥലത്തും ഉപയോഗിക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ കോടതി വിധികൾ രണ്ടും ശരിയാണ്. രണ്ട് ലോജിക്കിനെ അടിസ്ഥാനപ്പെടുത്തുക. അത് നമ്മുടെ പക്ഷേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഈ മൃഗങ്ങളൊക്കെ ഉപദ്രവിക്കുന്നതിന് ഞാൻ നോൺ വെജ് ആണല്ലോ, പരമാവധി വെജാകാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പം പണ്ട് എനിക്ക് നോൺ വെജ് ഇല്ലാതെ ഇറങ്ങില്ലായിരുന്നു. ഇപ്പം എനിക്ക് പക്ഷേ വെജാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആയതിനെ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ മനസ്സിലായതിൻ്റെതായിരിക്കും. പക്ഷേ കേരളത്തിൽ നല്ല വെജ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നല്ല വെജ് തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെയാണ്. മലയാളികൾക്ക് വെജ് ഉണ്ടാക്കാൻ അറിയില്ല, ഇൻക്ലൂഡിങ് ഹിന്ദുസ്. എന്തായാലും നമ്മുടെ ഈ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയുടെ വിധി സാംസ്കാരികമായ ഒരു തലത്തിൽ പരിശോധിച്ച് അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ ശരിയായ മുന്നൊരുക്കങ്ങളും കൃത്യമായ ജാഗ്രതയും പുലർത്തി പുലർത്തിയാലുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല. അത് ഗുരുവായൂർ തൃശ്ശൂർ പൂരം നോക്കണ്ട. അത് അത്രയും ഒഫീഷ്യൽസൊക്കെ ഒന്നുകൊണ്ട് അങ്ങനെ ചെയ്യുന്നൊരു കാര്യമാണ്. സാധാരണ എല്ലായിടത്തും ഇതൊക്കെ അത്ര എളുപ്പമൊന്നുമല്ല.
ആനേനെ മോള് ഈ ഇത് കൊണ്ടുവരുമ്പോൾ നടത്തിച്ച് കൊണ്ടുവരുന്നില്ല. ഗണേശൻ കാരണം അതോ ഒഴിവാക്കി കിട്ടി ആനപ്രേമി ആയതുകൊണ്ട്. മോള് ടാപ്പോളിന് AC ഉള്ള വണ്ടിയിലൊന്നല്ലല്ലോ കൊണ്ടുവരുന്നത്. നിങ്ങൾ ഈ വോയിസ് റേസിന് കൊണ്ടുവന്ന കുതിരകളുണ്ട്, AC കാരവനിലാണ് കൊണ്ടുപോവുക. അപ്പോൾ ആനയ്ക്ക് എന്താ വെയിലുള്ളില്ല. ഇപ്പോഴത്തെ വെയിൽ പണ്ടത്തെ വെയിലല്ല. ഈ കന്യാകുമാരി തമ്പാനൂര് ആഗോളതാപനം വർദ്ധിച്ചിരിക്കുന്നു. ആഗോളതാപനല്ല, കന്യാകുമാരി തമ്പാനൂർ കൂട്ടിലൊന്ന് പോയി നോക്കും. ഒരു 10 കിലോമീറ്റർ AC ഇല്ല ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡീഹൈഡ്രേറ്റഡ് ആവും. അത്രയും വലിയ ചൂടും ഓടി വികസിച്ച് അത്രയും ഈ മോളിൽ അടിക്കുന്ന ചൂടല്ല, തിരിച്ച് എമിറ്റ് ചെയ്യുന്ന ചൂടാണ് പ്രശ്നം. ഇതൊക്കെ ആനയ്ക്കും ബാധകമാണ്. അപ്പൊ ആനയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഗണപതി ഭഗവാന്റെ രൂപമാണ് ആനയ്ക്കെങ്കിൽ, അത് ആനയുടെ രൂപമാണ് ഗണപതി ഭഗവാനെങ്കിൽ ആന സ്വസ്ഥമായി ജീവിക്കാൻ വിടുന്നതാണ് നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.